ഇരുപതാം നൂറ്റാണ്ടിലെ കഥകളി സംഗീതം ദർശിച്ച അസാമാന്യ പ്രതിഭയാണ് ഉണ്ണികൃഷ്ണക്കുറുപ്പ്. സ്വതസിദ്ധവും മാസ്മരികവുമായ ആലാപന ശൈലി സ്വായത്തമാക്കിയ ഉണ്ണികൃഷ്ണക്കുറുപ്പിന്റെ ഗേയമാർഗവും ശബ്ദവും വ്യത്യസ്തവും ചേതാഹരവുമായിരുന്നു. അന്യനാടുകളിലെ ജീവിതം സമ്മാനിച്ച വിസ്തൃതമായ സംഗീതബോധവും വിസ്മയകരമായ ശാരീരവും ഉണ്ണികൃഷ്ണക്കുറുപ്പിന്റെ സംഗീതത്തിൽ സമന്വയിപ്പിച്ചിരുന്നു. വ്യവസ്ഥിത സ്ഥാപനങ്ങളിൽ നിന്ന് നിത്യവാന്മേഷശാലിയായ സംഗീതമായ കഥകളിപ്പാട്ടിനെ മാറ്റിയെടുത്തവരിൽ ഉണ്ണികൃഷ്ണക്കുറുപ്പ് ചിരസ്മരണീയനാണ്. ഇന്നും കഥകളി സംഗീത ആസ്വാദകരുടെ മനസ്സിലും അനവധി റെക്കോർഡുകളിലുമായി കുറുപ്പിന്റെ സംഗീതം അലതല്ലുന്നു. പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴി എന്ന ഗ്രാമത്തില് പരപ്പാട്ടിൽ രാമക്കുറുപ്പിന്റെയും ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും പുത്രനായി ഉണ്ണികൃഷ്ണക്കുറുപ്പ് 1931 ജനിച്ചത്. രാമക്കുറുപ്പ് ബാലുശ്ശേരി സ്വദേശിയായിരുന്നു. പടിഞ്ഞാറേതിൽ രാമൻകുളങ്ങര രാമക്കുറുപ്പ് എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. കളമെഴുതുന്നതിലും കളമെഴുത്ത് പാട്ട് പാടുന്നതിലും അഗ്രഗണ്യനായിരുന്ന രാമക്കുറുപ്പ് ഒരു വൈണികനായിരുന്നു. രാമക്കുറുപ്പിനും ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്കും ഉണ്ടായ 7 മക്കളിൽ മൂത്ത മകനായാണ് ഉണ്ണികൃഷ്ണക്കുറുപ്പ് ജനിക്കുന്നത്. അച്യുതൻ, ശിവരാമൻ, ഗോപി എന്നിങ്ങനെ 3 സഹോദരന്മാർ കുറുപ്പിനുണ്ടായിരുന്നു. ഇവരെ കൂടാതെ ഉണ്ടായിരുന്ന 3 സഹോദരിമാരും നിര്യാതരായി. വെള്ളിനേഴി സ്കൂളിൽ ആണ് കുറുപ്പ് 4ാം തരം വരെ പഠിച്ചത്. 13 വയസ്സ് വരെ ഉണ്ണികൃഷ്ണക്കുറുപ്പ് വെള്ളിനേഴിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനിടയിൽ അച്ഛനിൽ നിന്ന് കളമെഴുത്ത് പാട്ടിന്റെ ബാലപാഠങ്ങൾ അദ്ദേഹം അഭ്യസിച്ചു. അച്ഛന്റെ കൂടെ പാട്ടിനു പോയി കരിക്കട്ട കൊണ്ടും ഉമി കൊണ്ടുള്ള കളമെഴുത്ത് പഠിച്ചു. രാമക്കുറുപ്പിന്റെ കളംപാട്ട് അടിയന്തിരത്തിനനുസരിച്ച് പുലാമന്തോളിനടുത്ത് ചൊവ്വൂർ മനക്കലും അങ്ങാടിപ്പുറത്തും അക്കാലത്ത് ഉണ്ണികൃഷ്ണക്കുറുപ്പ് താമസിച്ചിട്ടുണ്ട്. കലാ ആസ്വാദകനും സഹൃദനുമായ ചൊവ്വൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ഉണ്ണികൃഷ്ണക്കുറുപ്പിന്റെ സംഗീതാഭിരുചി തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ കലാമണ്ഡലത്തിൽ ചേർക്കുകയായിരുന്നു. കുട്ടിക്കാലം മുതലൊക്കെ ഏകാന്തവാസത്തില് തൽപരനും കുസൃതിയുമായിരുന്ന കുറുപ്പിന് കലാമണ്ഡലത്തിലെ കടുത്ത അച്ചടക്കവും നിയമാവലിയും നിറഞ്ഞ ജീവിതം അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിനോട് പൊരുത്തപ്പെടാനാവാതെ ചില നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കുറുപ്പ് കലാമണ്ഡലത്തിൽ നിന്ന് പോന്നു. അച്ഛൻ രാമക്കുറുപ്പിന് ചില മാനസിക വിഭ്രാന്തികൾ ഉണ്ടായിരുന്നു. തനിക്കും അത്തരത്തിൽ ചില മാനസിക അസ്വസ്ഥങ്ങൾ ഉണ്ട് എന്ന് അഭിനയിച്ചാണ് ഉണ്ണികൃഷ്ണക്കുറുപ്പ് കലാമണ്ഡലത്തിൽ നിന്നും പോകുന്നത്. കലാമണ്ഡലത്തില് നീലകണ്ഠൻ നമ്പീശനും ശിവരാമൻ ഭാഗവതരുമായിരുന്നു ഉണ്ണികൃഷ്ണക്കുറുപ്പിന്റെ ഗുരുനാഥന്മാര്. ശിവരാമൻ ഭാഗവതരായിരുന്നു കളരിയിലെ സ്ഥിരം ഗുരുനാഥൻ. കോഴ്സ് മുഴുവനാക്കാതെയാണ് ഉണ്ണികൃഷ്ണക്കുറുപ്പ് കലാമണ്ഡലം വിട്ടത്. പിന്നീട് നമ്പീശന്റെ വീട്ടിൽ പോയി കുറേ കാലം ഉണ്ണികൃഷ്ണക്കുറുപ്പ് സംഗീതം അഭ്യസിക്കുകയുണ്ടായി. കലാമണ്ഡലം വിട്ട് ഏറെ താമസിയാതെ കുറുപ്പ് അരങ്ങിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു യുവ ഗായകനായി മാറുകയായിരുന്നു. ആദ്യമായി ഉണ്ണികൃഷ്ണക്കുറുപ്പ് അധ്യാപകനായി ജോലി ചെയ്യുന്നത് PSP നാട്യസംഘത്തിലാണ്. അവിടെ ഏറെക്കാലം തുടരാൻ കഴിഞ്ഞില്ല. തുടർന്ന് പേരൂർ ഗാന്ധി സേവാ സദനത്തിലും മൃണാളിനി സാരാഭായി അധിപയായ ദർപ്പണയിലും കുറുപ്പ് അധ്യാപകനായി. ദർപ്പണയിലെ അധ്യാപകനായത് കാവുങ്കൽ ശങ്കരപ്പണിക്കരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അവിടെ 6 വർഷം ജോലി ചെയ്തു. നീലകണ്ഠൻ നമ്പീശന്റെ കത്ത് കിട്ടിയതനുസരിച്ച് കേരളത്തിലേക്ക് അദ്ദേഹം മടങ്ങി വരികയായിരുന്നു. കലാഗംഗാധരൻ എന്ന കഥകളി സംഗീതജ്ഞൻ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി കിടക്കുന്ന സാഹചര്യത്തിൽ കലാമണ്ഡലത്തിൽ താൽക്കാലികമായി കുറുപ്പ് അധ്യാപകനായി ജോലി ചെയ്തു. അവിടെ തുടരാമായിരുന്നുവെങ്കിലും ഗംഗാധരനെ എടുത്തുകൊള്ളാൻ പറഞ്ഞ് കുറുപ്പ് ജോലി നിരസിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അന്നത്തെ കലാമണ്ഡലത്തിലെ ശമ്പളം തനിക്ക് വണ്ടിക്കൂലിക്കും മുറുക്കിത്തുപ്പാനും തികയില്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടതായിട്ടും പറയപ്പെടുന്നുണ്ട്. തുടർന്ന് അല്പകാലം കൂടി PSP നാട്യസംഘത്തിൽ അധ്യാപകനായി ജോലി ചെയ്തു. കൽക്കത്തയിലെ സംഗീത അധ്യാപകന്റെ ഒഴിവുണ്ട് എന്നറിഞ്ഞ് കുറുപ്പ് അങ്ങോട്ട് ചെല്ലുകയും ശാന്തിനികേതനം കുറുപ്പിനെ സ്വീകരിക്കുകയും ചെയ്തു. കലാമണ്ഡലത്തില് കുറുപ്പിന്റെ സതീർത്ഥ്യനായിരുന്ന ആലിപ്പറമ്പ് കേശവ പൊതുവാളാണ് കുറുപ്പിനെ ശാന്തിനികേതനത്തിലേക്ക് ക്ഷണിച്ചത്. 6 വർഷം കുറുപ്പ് അവിടെ ജോലി ചെയ്തു. PS വാര്യര് കുറുപ്പിനെ കോട്ടയ്ക്കലിലേക്ക് പ്രത്യേകമായി ക്ഷണിച്ചപ്പോൾ കുറുപ്പ് കോട്ടയ്ക്കലേക്ക് തിരിച്ചു വന്നു. പ്രവേശൻ കഴിഞ്ഞാൽ സ്ഥിരപ്പെടുമായിരുന്നെങ്കിലും പ്രവേശൻ കാലാവധി പൂർത്തിയാവും മുൻപ് തന്നെ കുറുപ്പ് അച്ചടക്ക നടപടികൾക്ക് വിധേയമാകും. അങ്ങനെ അദ്ദേഹം നാട്യസംഘം വിട്ടു. തുടർന്ന് കലാമണ്ഡലത്തിൽ വിസിറ്റിംഗ് പ്രൊഫസറായി നിയമിതനായി. കുറുപ്പിന് ഇഷ്ടമുള്ള ആഴ്ചയിൽ 3 ദിവസം പോകാം. ഇങ്ങനെ 5 വർഷമുണ്ടായി. കുറുപ്പിന്റെ സ്വഭാവത്തിലെ വ്യക്തിഗതമായ സവിശേഷതകൾ ഒരു സ്ഥാപനത്തിലും ദീർഘകാലം അദ്ദേഹത്തെ നിലനിർത്തിയില്ല എന്നതായിരുന്നു കാര്യം. നിരന്തരം സഞ്ചാരവും ആകസ്മികതകളും നിറഞ്ഞതായിരുന്നു കുറുപ്പിന്റെ ജീവിതം. ഇന്ന് മാർച്ച് 4 അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ 1000 ഓർമ്മപ്പൂക്കൾ അർപ്പിക്കുന്നു.